ഹായ്, ഇംഗ്ലീഷുള്ള ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിലും നൗൺ എന്നുള്ള ടോപ്പിക്കിലെ അൺകൗണ്ടബിൾ നൗണുകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യമാണ് അല്ലേ. അപ്പോൾ ഇതൊന്നല്ല, ഒന്നിലധികം നൗണുകൾ, അതായത് കുറച്ചധികം നൗണുകൾ ഉള്ളതുകൊണ്ട് തന്നെ പലരും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇത് പഠിക്കുന്നതിനെ കാണുന്നത്. അപ്പോൾ പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണ എന്നാൽ ലിക്വിഡ് ഫോമിലുള്ള സാധനങ്ങൾ മാത്രമാണ് അൺകൗണ്ടബിൾ നൗണുകളായിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ അവിടെ മറ്റൊരു വസ്തുതയുണ്ട്. ലിക്വിഡ് ഫോമിലല്ലാത്ത, ഒരു പക്ഷെ നിങ്ങളൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ലാത്ത പല നൗണുകളും ഇംഗ്ലീഷിൽ അൺകൗണ്ടബിൾ നൗൺ ആയിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളൊരു പക്ഷേ അൺകൗണ്ടബിൾ ആണെന്ന് വിചാരിക്കുക കൂടെ ചെയ്യാത്ത കുറച്ച് അൺകൗണ്ടബിൾ നൗണുകളെ നമുക്ക് പരിചയപ്പെട്ടാലോ? യെസ്. അപ്പോൾ ഈ വേർഡുകൾ പഠിക്കാനായിട്ട് നമുക്കൊരു കൊച്ചു കഥ ഉണ്ടാക്കിയാലോ? കഥ എന്നൊക്കെ പറയുമ്പോഴേക്കും വലിയൊരു കഥയൊന്നും ഓർക്കരുത്. ഇത് ജസ്റ്റ് മെമ്മറൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കഥ ഉണ്ടാക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത് റോക്കി അണ്ണനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം റോക്കി അണ്ണൻ ആരാണെന്നല്ലേ. സൂപ്പർ സ്റ്റാറാണ് നമ്മുടെയൊക്കെ റോക്കി അണ്ണൻ. അപ്പോൾ റോക്കി അണ്ണൻ എന്ന് പറയുന്നത് ഒരുപാട് ഹെയർ ഉള്ള മനുഷ്യനല്ലേ. ഈ ഹെയർ ഉള്ള റോക്കി അണ്ണൻ ഒരുപാട് നോളജ് ഉള്ള മനുഷ്യൻ കൂടിയാണ്. പുള്ളിക്കാരൻ എപ്പോഴും എന്ത് ചെയ്യുന്ന ഒരാളാണ്? എക്യുപ്മെൻറ്റ്, ചെവിടിൽ എക്യുപ്മെൻറ്റ് വെച്ച് പാട്ട് കേൾക്കുന്ന, മ്യൂസിക് കേൾക്കുന്ന, അഥവാ പോയട്രി കേൾക്കുന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ റോക്കി അണ്ണൻ. അപ്പോൾ ഈ ഒരു എക്യുപ്മെൻറ്റ് വെച്ച് പുള്ളിക്കാരൻ ഫുൾ ടൈം പോയട്രിയും മ്യൂസിക്കും കേട്ട് വെറുതെ നടക്കുന്ന ഒരാളൊന്നുമല്ല. അദ്ദേഹത്തിനൊരു വർക്ക് ഉണ്ട്. ആ വർക്ക് എന്ന് പറഞ്ഞാൽ ബിസിനസ്സാണ്. ആ ബിസിനസ് ത്രൂ അദ്ദേഹം ഒരുപാട് മണി ഉണ്ടാക്കുന്നുണ്ട് അല്ലേ, കാശ് സമ്പാദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് എന്നാൽ എന്താ? അതായിരിക്കും നിങ്ങളിപ്പോൾ ഒരു പക്ഷേ ചിന്തിക്കുന്നത് അല്ലേ. അദ്ദേഹം ഷിപ്പിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ ജോലി. എന്താണ്? ഷിപ്പിംഗ് ആണ്. അതായത് സാധനങ്ങൾ കയറ്റി അയക്കുക അല്ലെങ്കിൽ കടത്തുക എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ കയറ്റി അയക്കുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, കള്ളക്കടത്തൊന്നുമല്ല. നമ്മുടെ റോക്കി അണ്ണൻ ഇവിടെ കടത്തുന്നത് അല്ലെങ്കിൽ ഷിപ്പ് ചെയ്യുന്നത് എന്താ? ജ്വല്ലറി, ഫർണിച്ചർ, ലഗേജ്, ബാഗേജ്, ഫുഡ്, ബ്രെഡ് എന്നീ സാധനങ്ങളാണ്. അപ്പോൾ പതിവ് പോലെ തന്നെ അദ്ദേഹം ജോലിക്ക് വേണ്ടി റെഡി ആവുകയാണ്. അപ്പോൾ ടി വിയിൽ പെട്ടെന്നൊരു ന്യൂസ് കാണാൻ ഇടയാവുകയാണ്. ന്യൂസിൽ എന്താ പറയുന്നത്? ന്യൂസിൽ വലിയൊരു ഇൻഫർമേഷൻ അവിടെ പാസ് ചെയ്യുന്നുണ്ട്. ഇന്ന് സീ ഭയങ്കര ടർബുലൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്, എല്ലാവരും പ്രിക്കോഷൻ എടുത്തോളണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ റോക്കി അണ്ണൻ വന്നിട്ട് എല്ലാ പാസഞ്ചേഴ്സിനോടും പിന്നെ അദ്ദേഹത്തിൻ്റെ കൊലീഗിനോടും പറയുകയാണ്. എന്ത്? ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ സീ ഭയങ്കര ടർബുലൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്, നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേന്ന്. അപ്പോൾ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. യാത്ര ആരംഭിക്കുമ്പോൾ കിടിലനായിട്ടുള്ള സീനറിയിലൂടെയാണ് കപ്പൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചുറ്റിലും ഇമാജിൻ ചെയ്യാൻ പറ്റണം, ഗംഭീരമായിട്ടുള്ള, അതിഗംഭീരമായിട്ടുള്ള സീനറിയാണ്. അപ്പോൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ കടലിൽ ഭയങ്കരമായിട്ടുള്ള വെതർ ചേഞ്ച് വരികയാണ്. വെതറിൽ കാര്യമായിട്ടുള്ള ചേഞ്ച് വരികയാണ്. സീ ഭയങ്കര ടർബുലൻ്റ് ആയി. ഭയങ്കര സ്ട്രോങ് വിൻഡ് ഉണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള റെയിനും ഉണ്ട്, ഹെവി ഡൗൺ പോർ ഉണ്ട് അവിടെ അല്ലേ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഷിപ്പിന് സ്വാഭാവികമായിട്ട് മുൻപോട്ട് പോകാൻ തടസ്സമുണ്ടാവും. ഷിപ്പ് കൊണ്ടുപോയി ഒരു ഐസ്ബർഗിൽ ഇടിക്കുകയാണ്. അങ്ങനെ ഇടിച്ച ഷിപ്പ് റെക്കാവുകയാണ്, റെക്കേജ് സംഭവിക്കുകയാണ്. അപ്പോൾ റെക്കായ ഷിപ്പിലെ മെഷീനറി കംപ്ലീറ്റ് ആയിട്ട് വെള്ളത്തിലേക്ക് പോവുകയാണ്. ആൻഡ് അത് പിന്നീട് എന്തായി? വലിയ ഒരു പെർസെൻറ്റേജ് ഓഫ് സാധനങ്ങൾ അല്ലേ, നമ്മുടെ ഷിപ്പിൽ കൊണ്ടുപോകുന്ന വലിയൊരു പെർസെൻറ്റേജ് ഓഫ് സാധനങ്ങളുടെ ഡാമേജിലേക്ക്, വലിയൊരു പെർസെൻറ്റേജ് ഓഫ് സാധനങ്ങളുടെ ഡാമേജിലേക്ക് നയിക്കുകയാണ്. ഡാമേജ് ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇതെല്ലാം എന്താവും? വേസ്റ്റേജ് ആയിട്ടാണ് മാറുക എന്നല്ലേ. ഒരു വേസ്റ്റേജ് ആയിട്ട് മാറുന്നു. വേസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെയോ പറയേണ്ടതില്ലല്ലോ, അത് നമ്മൾ ഗാർബേജിലാണ് തള്ളുക അല്ലേ, വേസ്റ്റ് കൂനയിൽ കൊണ്ടുപോയി തള്ളുന്നതുമാണ്. അപ്പോൾ ഈ ഒരു കഥയിലെ കഥാപാത്രത്തിന് റോക്കി ബായ് എന്നല്ല, റോക്കി അണ്ണൻ എന്നാണ് ഞാൻ വിശേഷിപ്പിച്ചത് അല്ലേ. അതെന്തുകൊണ്ടാണ്? അൺകൗണ്ടബിൾ നൗണിൻ്റെ ലിസ്റ്റാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞതല്ലേ. അപ്പോൾ അൺകൗണ്ടബിൾ ആയിട്ടുള്ള രീതിയിൽ, അളവറ്റ രീതിയിൽ കാശ് സമ്പാദിച്ചിട്ടുള്ള ആളാണ് റോക്കി അണ്ണൻ എന്നുകൂടെ ഓർത്ത് വെക്കുകയാണെങ്കിൽ കഥ ഓർത്തെടുക്കാൻ കുറച്ചുകൂടെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. സോ ഐ ഹോപ്പ് ഇറ്റ് ഹെൽപ്സ്.